ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, എല്ലാ ദൈവകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുന്ന മക്കളെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. വത്സല ചെല്ലപ്പൻ, രുക്മിണി മോഹൻ, നിർമ്മല പവിത്രൻ, ജഗദമ്മ, ജയ അനിൽ, രാധ ശിവാനന്ദൻ, ഗീതാ നായർ, ശ്രീല മകൾ പറയുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഭഗവാനോട് എല്ലാം അപ്പോഴപ്പോഴും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ, ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഭഗവാന് ചിരി വന്നു, എനിക്കും ചിരി വന്നു. അതായത് എവിടെ ഭഗവാനുണ്ടോ അവിടെ അമ്മയും ഉണ്ട്. മക്കളെ, അമ്മ എന്ന് പറയുന്നത് ലോകമാതാവാണ്. അത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലനുസരിച്ച് എല്ലാവരിലും ഈ ലോകമാതാവും ലോകപിതാവും ആ ബീജമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഭാഗവതത്തിലായാലും രാമായണത്തിലായാലും പ്രകൃതി അതാണല്ലോ അമ്മ, മാതാവ്. അതുകൊണ്ട് മകൾ ഇത്രമാത്രം ശരിയാ പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ പരമാത്മാവായ ഈശ്വരൻ കൃഷ്ണന് ചിരി വന്നു. കാരണം അത്രയും അർത്ഥം വെച്ച അർത്ഥമുള്ളൊരു കാര്യമാണ് അത്. അമ്മ എല്ലായിടവും ഉണ്ട്. അമ്മയല്ലയോ നമ്മളെ മൊത്തവും ശക്തിപ്പെടുത്തുന്ന അമ്മ. പിന്നെ ഇല്ലാതിരുന്നാൽ പിന്നെ നമ്മളുണ്ടോ? ശവമായി പോകത്തില്ലേ മക്കളെ? എല്ലായിടും ഉണ്ട് ആ അമ്മ. നമ്മളിലെല്ലാം ഉണ്ട്, എന്നിലും ഉണ്ട്. ഈ പറഞ്ഞ ദ്വന്ദ്വമില്ല, സർവരിലും ഉണ്ട്. അത് ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ കണ്ണനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വാചകം. എല്ലാ മക്കളുടെയും നല്ല അഭിപ്രായങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല കമൻസുകളാണ് ഭഗവാൻ ഇഷ്ടം. എത്രമാത്രം നല്ല ആത്മീയമായ നിറവും, അപ്പോൾ അതിൽ വരുന്ന ഇത് മനസ്സിലാക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രത്യേകതയൊക്കെ, അവരവരുടെ അനുഭവങ്ങളൊക്കെ എഴുതുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാകും. അറിവില്ലാത്ത ഞാനെന്നാൽ ഇതെനിക്ക് അറച്ചെഴുതി എന്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനങ്ങനെ എങ്ങും ഒരു കാര്യവും പറയാൻ എങ്ങും പോയിട്ടില്ലല്ലോ. ആദ്യമായിട്ടൊരു അവസരം ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഒരു വിഷമമാണല്ലോ ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ അത് ഉള്ളിൽ വിഷമം ഉണ്ടാകുന്നത് അമ്മ തന്നെയാണ്. ആ അമ്മ ദേവി തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കങ്ങനെ വിഷമം ഉണ്ടാകത്തില്ല. കാരണം ഇങ്ങനെ മക്കൾക്കൊക്കെ അല്പം ഉള്ളതിനെ ആഹാരം, നമ്മുടെ ഉള്ള ആഹാരം, ആത്മീയമായ ആഹാരം, അത് അല്പമേ ഉള്ളൂ. അത് വേണ്ടുന്നവർക്ക് കൊടുക്കുക. അതാണ് ദാനധർമ്മം. നമ്മൾ ഒക്കുന്ന കർമ്മങ്ങൾ, ദാനങ്ങൾ ചെയ്യുക. അതിൽ ഒന്ന് ഇതും അത് തന്നെയാണ്. അപ്പോൾ ആത്മീയമായതും ഭൗതികമായതും നമ്മളിൽ ഒക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നാണല്ലോ. നമുക്ക് എന്താ ഉള്ളത് അത് കൊടുക്കുക. അത് ഞാൻ നിറവേറ്റുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യിക്കുന്നതും ഇത് കേൾക്കുന്ന നിങ്ങളും അമ്മയും അതാ മാതാപിതാക്കൾ, ആ ഈശ്വരനാണ് പറയുന്ന. ഞാനും അത് തന്നെ. എല്ലാത്തിലും ഈശ്വരനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. നമുക്ക് രാമായണം ഇനി എല്ലാവർക്കും സുഖം ഭവിക്കുന്നുള്ള ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് എല്ലാവരും അങ്ങനെ ആകണം. സർവ്വ ജീവജാലങ്ങളും അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്. ആ ബീജമാണ്. അവിടെ എല്ലാവരും സുഖം ഭവിക്കണം. ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാമായണം ഇവിടെ വായിച്ചു നിർത്തിയത് അഗസ്ത്യ മഹാമുനിയുടെ ശിഷ്യനായ സുതീഷ്ണ മുനി, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് സീതാദേവിയും ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും കൂടെ വന്നത്. അപ്പോൾ സന്തോഷത്തോടുകൂടി അവിടെ തന്നെ അന്നത്തെ ദിവസം അവിടെ വസിക്കണം എന്ന് പറഞ്ഞു. അതായത് സുതീഷ്ണ മുനി പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ അവിടെ തന്നെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് സുതീഷ്ണൻ്റെ ഗുരുവാണ് അഗസ്ത്യ മഹാമുനി, കുംഭവസംഭവം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ അഗസ്ത്യ മഹാമുനിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ശ്രീരാമദേവൻ പറഞ്ഞു. അപ്പോൾ എനിക്കും, അത് സുതീഷ്ണൻ പറഞ്ഞു, ഞാനും കുറേ നാളായി ഗുരുവിനെ കണ്ടിട്ട്, എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അവിടേക്ക് പോകാമല്ലോ, ഇന്ന് ഇവിടെ തന്നെ തങ്ങണം. അങ്ങനെ സന്തോഷത്തോടെ അവരവിടെ കഴിഞ്ഞിട്ട് ഇനി അഗസ്ത്യ മഹാമുനിയുടെ സന്ദർശനം, അവിടെ ആശ്രമത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് വായിക്കാനുള്ളത്. അത് സുതീഷ്ണൻ്റെ ഗുരുവാണ് അഗസ്ത്യ മഹാമുനി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ശ്രീരാമ ഭഗവാനെയാണ് ഉപാസിക്കുന്നത് ഈ സുതീഷ്ണൻ. അപ്പോഴാണ് പ്രത്യക്ഷമായി ഭഗവാൻ അടുക്ക ചെന്നതും അങ്ങനെ സന്തോഷത്തോടെ അവിടെ കഴിയുന്നു. അങ്ങനെ പിറ്റേന്ന് അവിടുന്ന് യാത്രയാവുകയാണ്. അഗസ്ത്യ മഹാമുനി
സന്ദർശിക്കാൻ വേണ്ടി ശ്രീരാമ ഭഗവാൻ അവർ മൂവരും ഈ സുധീഷ്ണനും കൂടെ അത് അഗസ്ത്യ സന്ദർശനം, അത് അവിടത്തേക്ക് പോകുന്നു. നമുക്ക് അത് വായിക്കാം. ഭാനുമാൻ ഉദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. ആദ്യത്തെയാണ് ഭാനുമാൻ, അതായത് അർക്കൻ, സൂര്യൻ ഉദിച്ചപ്പോൾ അവർ അർഘ്യക്കൾ ചെയ്തിട്ട് മഹാകാനനം, വലിയ വനമാ അവിടെ നടകൊണ്ടിത് പതുക്കെ പതുക്കെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. സർവതൃ ഫലകുസുമാഢ്യ പാദപലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം. അതായത് എല്ലാ ഋതുക്കളിലും ഒരാണ്ടിൽ 6 ഋതുക്കളുണ്ട്. വസന്തം, ഗ്രീഷ്മം, ശരത്ത്, ഹേമന്തം, ശിശിരം, ഇങ്ങനെ 6 ഉണ്ട്. അതിൽ വഴിയാമണമെന്ന് എനിക്ക് അറിയത്തില്ല, മറന്നുപോയി, പണ്ടൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ 2 മാസമാണ് അവിടെ ഈ വനത്തിൽ, ഈ അഗസ്ത്യ മഹാമുനിയെ കാണാൻ പോകുന്ന ആ സ്ഥലത്ത്, ആ വനത്തിൽ എല്ലാ ഋതുക്കളിലും വസന്തം തന്നെ. എന്താ, എപ്പോഴും പൂക്കളും കായ്കളും പഴങ്ങളും, അത്രമാത്രം എന്തുകൊണ്ടും വൃന്ദാവനത്തിനെ പോലെ, നന്ദവനം പോലെയാണ്. അതുകൊണ്ട് അവിടെ അത്രമാത്രം സുഖ സൗകര്യമാണ് അവിടെ കഴിഞ്ഞുകൂടാൻ, എല്ലാം കൊണ്ടും നല്ലതാണ്. ഏത് സമയത്തും അവിടെ ഒരേ അവസ്ഥയാണ്. അതുകൊണ്ട് സർവതൃ ഫല എന്നുവെച്ചാൽ ഫലങ്ങൾ, കുസുമം പുഷ്പങ്ങൾ, അത് ആഢ്യം അത്രമാത്രം ശോഭയേറിയ പാദപല്യതാ സമൃദ്ധം നാനാമൃഗ സഞ്ചയ നിഷേവിതം. ഈ വേണ്ടാത്ത മൃഗങ്ങളൊന്നും അവിടെ ഇല്ല, നാനാമൃഗങ്ങൾ. കാരണം ഉപദ്രവിക്കുന്ന കണക്കുള്ള അതൊന്നും നിഷേവിതം, അവിടെ അതൊന്നും ഇല്ല, നല്ല വനമാണ്. നാനാ പക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം. നാനാ രീതിയിലുള്ള, ഇപ്പം ഈ നാദം പുറപ്പെടുവിക്കുന്ന പക്ഷികൾ, കുയിൽ, ഉപ്പൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് നാനാ രീതിയിലുള്ള പക്ഷികളും ആ വനത്തിലുണ്ട്. അതിൻ്റെ നാദം കൊണ്ട് അതിമനോഹരമാണ്. അവരുടെ ആ പക്ഷികളുടെ നാദം അത്രമാത്രം സൗരഭ്യം, എല്ലാം കൊണ്ടും പുഷ്പങ്ങളും ചെടികളും നാനാ പക്ഷികളും എല്ലാം കൊണ്ടും അവിടെ ശോഭിത മനോഹരമാണ്, നല്ല നാദങ്ങളും. അപ്പോൾ എന്താ, നന്ദനവനം, അതാണ് ഇത് പറയുന്നത്. അങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന കാനനം, ആ കാട്. ജാതി വൈരരഹിത ജന്തുപൂർണം. ജന്തുക്കളെ കൊണ്ട് ഒരു വൈരാഗ്യമില്ല അവിടെ. പക്ഷി ഉണ്ടെങ്കിലും മൃഗങ്ങൾ, ഏത് തരം മൃഗങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ വൈരമില്ല. നമ്മളെപ്പോലെ, നമ്മൾക്ക് സ്വന്തം സഹോദരങ്ങളെ പോലും കണ്ടുകൂടാത്തവർ കാലമായി. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പും വൈരാഗ്യം വെച്ച് പുലർത്തുന്നു. അങ്ങനൊരു മനസ്സായിപ്പോൾ എന്താ പറ്റിയത് ഈ ലോകത്തെന്ന് ഞാൻ തന്നെ ചിന്തിക്കുക. കരികാലം, അല്ലാതെ എന്ത് പറയാനാ. ഇവിടെ എന്താ, ഈ പക്ഷിമൃഗാദികളെല്ലാം വൈരമില്ല. എപ്പോഴും അവർ ഒരമ്മ അച്ഛൻ്റെ മക്കളെ പോലെ, അതാണല്ലോ അവർക്കത് അറിഞ്ഞുകൂടല്ലോ. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷികളോട് വിരോധമില്ല, മൃഗത്തിന് മറ്റു മൃഗങ്ങളോട്. കാരണം ഓരോ ഇപ്പോൾ കുരങ്ങും ഊളനും നായ, അങ്ങനെയുള്ള ഒരുപാട് മാന്, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള വൈരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വൈരമില്ല. തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന പോലെയുള്ള സ്വഭാവമാണ് നമ്മുടെ മനുഷ്യർക്കേ ഉള്ളു. ഇത്രമാത്രം ദുശ്ചിന്തകൾ, അത് ഒഴിയാത്രത്തോളം കാലം ഈശ്വരനായിട്ട് ചേരാൻ പറ്റത്തുമില്ല. ഇതെല്ലാം നമ്മളിൽ നിന്ന് ത്യജിച്ച് പോകാത്ത, നമ്മളതിനെല്ലാം ഹനിക്കണം, അതായത് ഹിംസിക്കണം, വധിക്കണം നമ്മുടെ സ്വഭാവത്തെ. എന്നാലേ ആ ശുദ്ധമായ ഒരു പക്ഷിയെപ്പോലെയോ ശുദ്ധമായ നാൽക്കാലി മൃഗങ്ങൾക്കായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പുണ്യമായ രീതി. മനുഷ്യർക്ക് അത്രമാത്രം ഘോര ഹൃദയമായിപ്പോയി, ദുഷ്ടത കൊണ്ട് പെരുകിപ്പോയി. എല്ലാവരും അല്ല, 1010 കാണൂ അങ്ങനെ അല്ലാത്തത്, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് നാനാ പക്ഷികളുടെ നാദം കൊണ്ട് അതിമനോഹരം, അത്ര സുന്ദരമാണ് ആ വനം. അങ്ങനെ ആ കാനനം. ജാതി വൈരരഹിത ജന്തുപൂർണ്ണ. ജന്തുക്കളെ ഒരു വൈരാഗ്യമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നന്ദന സമാന ആനന്ദദാനാഢ്യം. നന്ദനവനം പോലെ, ഭഗവാൻ കൃഷ്ണൻ്റെ നന്ദനവനം, അതുപോലെ നാനാഢ്യം നന്ദന സമാന ആനന്ദദാനാഢ്യം. മുനി നന്ദന വേദധ്വനിമണ്ഡിത അനുപമം. അവിടെയുള്ള ആ ആശ്രമത്തിലുള്ളവരെല്ലാം എന്താണ്, മുനികുമാരന്മാരുണ്ട് അവിടെ. താപസന്മാരുടെ ഈ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. മുനികുമാരന്മാർ വെച്ചാൽ ഈ മുനികളുടെയൊക്കെ താഴെയുള്ള കുട്ടികൾ. അവരെല്ലാവരും എന്താ അവിടെ ചെയ്യുന്നത്? അവരുടെയും കൂടെ ആ നാദം എന്താ, എപ്പോഴും മുഖരിതാണ്, വേദമന്ത്രങ്ങൾ ഇങ്ങനെ
ഏത് സമയം അവർക്ക് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് മുനി നന്ദന വേദധ്വനി മണ്ഡിത അനുപമം, അത്ര സുന്ദരകരമായ വേദധ്വനിയുടെ മുഖരിതമായിരിക്കുന്ന ആ അന്തരീക്ഷം മൊത്തവും മുഖരിതമാണ് നാദം കൊണ്ട്. എപ്പോഴും മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന വേദമന്ത്രങ്ങൾ അങ്ങനെയുള്ള ഒരു ആശ്രമം, ആ കാനനം എപ്പോഴും അതാണ്. അപ്പോൾ പക്ഷിമൃഗാദികളുടെ എല്ലാം മനോഹരമായിരിക്കുന്ന നാദങ്ങളും അതിൻ്റെ ഇടയ്ക്കൂടെ മുനികുമാരന്മാരുടെ സൗന്ദര്യവും ശോഭയും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ആ ആനന്ദദാനാണ്, എല്ലാം കൊണ്ടും ആനന്ദപ്രദമാണ്. അത് ദേവലോകവും മാറിപ്പോവും, അല്ലെങ്കിൽ ബ്രഹ്മലോകവും മാറിപ്പോവും. അത്രമാത്രം സുന്ദര ശോഭിതമാണ്. മുഖരിതം എന്താ, നാദം കൊണ്ട് വേദധ്വനി മന്ത്രങ്ങൾ. മുനികുമാരന്മാർ അങ്ങനെ ഈ ആശ്രമങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം. അതുപോലെ അത് നമ്മൾ ശിവഗിരിയിലൊക്കെ ചെല്ലുമ്പോഴും അങ്ങനെ ഞാൻ പണ്ട് പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. അവിടെ എപ്പോഴും മന്ത്രങ്ങളാണ്, എപ്പോഴും ഇങ്ങനെ തുടങ്ങിക്കൊണ്ടെങ്കിൽ എന്തൊരു സൗന്ദര്യം അത് കേൾക്കാനും കാണാനും ഒക്കെ. അപ്പോൾ നന്ദന വേദധ്വനി മണ്ഡിത അനുപമം ബ്രഹ്മർഷി പ്രവരന്മാർ അമരമുനികളും, ബ്രഹ്മർഷികളും അമരന്മാർ ദേവമുനികളും സമ്മോദം പൂണ്ട്. അവർക്കെല്ലാം എന്താ പറയുക, ബ്രഹ്മർഷികൾക്കും ദേവന്മാരായ ദേവമുനികൾക്കും സമ്മോദമാണ്, അത്ര ആനന്ദമാണ്. സമ്മോദം കൊണ്ട് വാഴും മന്ദിര നികരങ്ങൾ. അവിടെ ആശ്രമങ്ങളിങ്ങനെ നിരന്ന് എല്ലാം ഒത്തിരി ആശ്രമങ്ങൾ കുഞ്ഞും എല്ലാത്തിലും എന്താ മന്ത്രങ്ങൾ ഇങ്ങനെ കേട്ട് ഒത്തിരി മുനിമാർ ഉണ്ട് അവിടെ. അതാണ് അങ്ങനെ. എന്താ വെച്ചാൽ സംഖ്യയില്ലാതോളം ഉണ്ട്, ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുണ്ട്, അറ്റമില്ലാതെ വണ്ണം, സംഖ്യയില്ല കണക്കില്ലാതെ വണ്ണം ഓരോരോ തരം നല്ല പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ. അപ്പോൾ അങ്ങനെ സംഖ്യ എണ്ണാൻ പറ്റാത്തവണ്ണം നല്ല പണ്ഡിതന്മാരുണ്ട്, സംഖ്യാവത്തുക്കളുണ്ട്, അറ്റമില്ലാതെ വണ്ണം. അത്രത്തോളം. അപ്പോഴെത്രമാത്രം ഒരു സുന്ദരമായ കാനനം അഗസ്ത്യ മഹാമുനിയുടെ ആശ്രമത്തിൻ്റെ ഭാഗം. ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ. അതായത് ബ്രഹ്മാവിൻ്റെ ലോകം, സത്യലോകം, അതാ ബ്രഹ്മലോകം, അവിടെ പോലും ഇത്ര പറ്റത്തില്ല. അത്രമാത്രമാണ് ഈ പറഞ്ഞ കാനനം. ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു. ഇത് കാണും തോറും അറിവുള്ള ബ്രഹ്മജ്ഞന്മാർ എന്ത് പറയുന്നു, ബ്രഹ്മലോകവും തോറ്റുപോകും. അത്രമാത്രം ശോഭയാണ് ഈ കാനനം, ഈ വനം. ആശ്ചര്യം ഓരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിന് പുറത്തടുത്ത് ശുഭദേശേ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഈ നാദങ്ങളും മുഖരിതമായിരുന്ന വേദമന്ത്രധ്വനികളെല്ലാം കേട്ട് ഈ ഇവർ സുധീഷ്ണനും ഈ ശ്രീരാമ ഭഗവാനും സീതയും ലക്ഷ്മണനും കൂടെ അത്രമാത്രം ആശ്ചര്യകരമാണ്. ഇതെല്ലാം കണ്ട് അവർ ആശ്രമത്തിൻ്റെ പുറത്ത് വരെ ചെന്ന് ശുഭദേശേ, നല്ല ഭാഗത്ത് നല്ല സ്ഥലത്ത് പോയി അവിടെ ചെന്ന് നിന്നു. അപ്പോഴെന്ത് പറയുന്നു, അവിടെ വിശ്രമിച്ച അനന്തരം അരുളി ചെയ്തു രാമൻ. അവിടെ തന്നെ ചെന്നിട്ട് ഇതൊക്കെ കണ്ട് ആനന്ദിച്ച് ചെന്ന് അവിടെ ചെന്ന് വിശ്രമിക്കുന്നു. വിശ്രമിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്താ പറയുന്നത് രാമൻ? വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. അതായത് ശ്രീരാമഭഗവാൻ അഗസ്ത്യ മഹാന്റെ ശിഷ്യനാണല്ലോ ഈ സുധീഷ്ണൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു എന്ന് ചെന്ന് പറയുക, ഉണർത്തിക്കുക. ആരോടാ? ഗുരുവിനോട്, അഗസ്ത്യ മഹാമുനിയെടുത്ത്. അവിടെ വിശ്രമിക്കുന്ന ഒരു നല്ല സ്ഥലം നോക്കി ശുഭദേശേ, അത് എല്ലാം കണ്ട് ആനന്ദിച്ച് ചെന്നിട്ട് ഒരു നല്ല സ്ഥലത്ത് പോയി വിശ്രമിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോൾ സുധീഷ്ണനോട് പറഞ്ഞു, ചെന്ന് അഗസ്ത്യ മഹാമുനിയെടുത്ത് പറയണം, ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു, വന്നിരിക്കുന്നു, ചെന്ന് ഉണർത്തിക്കുക, ചെന്ന് പറയുക. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതു ആശ്രമം. അതായത് ജാനകിയും ഭ്രാതാവശ സഹോദരനാണ് ലക്ഷ്മണനും കാനനദ്വാരേ ഈ ആശ്രമത്തിനടുത്ത് വന്ന് ആശ്രമം. അതിൻ്റെ ആശ്രമത്തിനടുത്ത് ഉപാശ്രമം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെന്ന് ആദ്യമേ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ഉപാശ്രമം. യഥാർത്ഥ ആശ്രമം അഗസ്ത്യ മഹാമുനിയുടെ ഭാഗങ്ങളാണ്. അവിടെ ചെന്ന് പറയണം, ഞങ്ങൾ ഇനി ഉപാശ്രമത്തിൽ ഇവിടെ വന്ന് വിശ്രമിച്ചിവിടെ വന്ന് ഇരിക്കുന്നു, ചെന്ന് പറയുക എന്ന് പറഞ്ഞു. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദം ഇത്യുക്ത്വാ സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുത. അങ്ങനെ ശ്രുത്വാ രാമോക്തികൾ, ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേട്ടു. സുധീഷ്ണൻ കേട്ടിട്ട് മഹാപ്രസാദം ഇത്യുക്ത്വാ സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുത, അത് കേട്ടുകൊണ്ട് അവിടേക്ക് പോയി. അഗസ്ത്യ മഹാമുനിയുടെ അടുക്കലേക്ക് ചെന്നിട്ട്
നത്വാതം ഗുരുവര അഗസ്ത്യം മുനികുല സത്തമം രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം. അതായത് അഗസ്ത്യ മഹാമുനിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ എന്തോ അവിടെ മുനികുല സത്തമം മുനികുമാരന്മാരെല്ലാവരും എന്ത് ചെയ്യുന്നു? രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം. എല്ലാവരും കൂടെ ഭഗവാന്റെ രഘൂത്തമ സഞ്ജയ, എല്ലാവരും ശ്രീരാം ഭഗവാന്റെ നാമങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക മുനികുമാരന്മാരെല്ലാം. ആവൃതം അവിടെ ഒത്തിരി പേരങ്ങ് ഉണ്ട്. ഒരു സഞ്ജയ, ഒരു കൂട്ടമാണ്. സഞ്ജയ വെച്ചാൽ കൂട്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ എനിക്കിതിൻ്റെ അർത്ഥങ്ങളൊന്നും ഞാൻ ഊഹിച്ച് പറയുന്നത് മക്കളെ, എനിക്ക് പഠിച്ചതല്ല, എൻ്റെ ഒരു യുക്തിക്കൊത്ത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ രഘൂത്തമ എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീരാമൻ്റെ ഭക്തന്മാർ. അപ്പോൾ ഭക്തന്മാരപ്പോൾ എല്ലാവരും രാമനെ ഭജിക്കുന്നില്ലേ എൻ്റെ അർത്ഥം? അങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഊഹിച്ച് പറഞ്ഞാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം സത്തമം, അതായത് അത്രമാത്രം സത്തമമാണ്, നല്ല രീതിയിൽ ഭഗവാൻ തന്നെ ആരാധിക്കുന്നതാണ്. അങ്ങനെയുള്ള രഘൂത്തമ ഭക്ത സഞ്ജയം കൂട്ടം. എന്താ? ഭഗവാനെ തന്നെ ഭക്തന്മാർ, ഈ ശ്രീരാമ ഭഗവാന്റെ ഭക്തന്മാർ വെച്ചാൽ എപ്പോഴും രാമമന്ത്രം ജപിക്കാന്ന് അതിൻ്റെ അർത്ഥം. അപ്പോഴെന്ത് വന്നാൽ അങ്ങനെയുള്ള സഞ്ജയ ആവൃതം, എല്ലാവരും ഒരുപാട് പേര് ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള രാമമന്ത്ര അർത്ഥ. അപ്പോൾ ഭഗവാന്റെ രാമമന്ത്രങ്ങളും വ്യാഖ്യാത തൽപരം, ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചും പറഞ്ഞും പാടിയും പുകഴ്ത്തിയും പിന്നെ ചൊല്ലിയും കൊണ്ട് ശിഷ്യന്മാർക്കായി അഗസ്ത്യ ആത്മാ രാമ മുനീശ്വരം. അപ്പോൾ അവിടെ ശിഷ്യന്മാരാണ് അഗസ്ത്യ മഹാമുനിയുടെ, അവിടെ മുനീശ്വരനാണ്. അങ്ങനെ ഇരിക്കുക എല്ലാവരും. അവിടേക്ക് ആര് ചെന്നു? ഈ സുധീഷ്ണൻ. ആരൂഢ വിനയം, അത്രത്തോളം വിനയത്തോ, ഒരു സാധാരണ വിനയമല്ല. കാരണം അവിടെ കാണുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോൾ എന്താ, അവിടെ എപ്പോഴും ശ്രീരാമ മന്ത്രമൊക്കെ ഉരുട്ടിടുന്ന വെറുതെ ഒരു ആദരവല്ല. അത്രത്തോളം അവിടെ കൊണ്ട് അവിടെ സ്വർഗമൊന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം ഈശ്വരൻ അവിടെ പ്രത്യക്ഷമായി നിൽക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അത്രത്തോളം വിനയത്തോടു കൂടി സുധീഷ്ണൻ ആരൂഢ വിനയം കൊണ്ടാനത വക്രത്തോട് ആരാൽ, അതായത് മുഖം വിനയത്തോടുകൂടി വീണ്, എവിടെയാ? അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ ആരൂഢ വിനയം കൊണ്ട് ആനത വക്രത്തോട് മുഖം ആരാൽ വീണുട. അത്രമാത്രം ഭഗവാന് അഗസ്ത്യ മഹാമുനി സ്വന്തം ഗുരുവല്ലേ, അതുപോലെ ഒരുപാട് നാളല്ലേ കണ്ടിട്ട്, ഏറെ നാളായി കണ്ടിട്ട്, എനിക്കും പോകണം ഭഗവാനോട് പറഞ്ഞല്ലോ. അങ്ങനെ ചെന്നങ്ങ് വീണ്, അയ്യോ, അങ്ങ് കണ്ടപ്പം ചെന്നങ്ങ് വീണ് ദണ്ഡ നമസ്കാരം കമന്നങ്ങ് വീണിട്ട് നമസ്കാരം ചെയ്താൽ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ. അങ്ങനെ വീണ് നമസ്കരിച്ചിട്ട് പറയുന്നു, ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും സീതയും എല്ലാം അവിടേക്ക് ആഗതനായിരിക്കുന്നു. ഈ ഉപാശ്രമത്തിൻ്റെ അവിടെ വന്ന് വിശ്രമിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് ചെന്ന് അഗസ്ത്യ മഹാമുനി ചെന്ന് താണ് വീണെന്ന് ദണ്ഡ നമസ്കാരിച്ച് പാടെ കമന്ന് വീഴുക എന്നാ, വീണ് തൊഴുക, കമന്ന് കിടക്കുക, അങ്ങനെ തൊഴുകുന്നതാണ്. അല്ല മുട്ടുമേലല്ല. ഈ നമ്മൾ കണ്ടിട്ട് അമ്പലത്തിലൊക്കെ ചില ഭക്തന്മാർ പുരുഷന്മാരാണ് അങ്ങനെ ചെയ്യുക, ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത്. കാരണം സർവാംഗവും ഭൂമിയിൽ, കാലും മുട്ടും പിന്നെ കാലിൻ്റെ വിരലും എല്ലാം തറയിൽ ഇതിന് സ്പർശിച്ചുള്ള നമസ്കാരമാണ്. അങ്ങനെ ദാശരഥി ശ്രീരാമനും ലക്ഷ്മണനും സീതയും, അതായത് പാമിനി ഭാര്യ, അവരോട് എല്ലാം ആഗതനായി അവിടെ വന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ നിൽക്കുന്നു. പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ, അതായത് ഉപാശ്രമത്തിൽ എവിടെയാ എല്ലാവരും വന്നാൽ സ്വീകരിച്ചിരിക്കുന്നൊരു ഭാഗമാണ്, ചെന്നിരുന്ന് വിശ്രമിക്കുന്നൊരു ഭാഗമുണ്ട്. എന്നിട്ട് അറിയിച്ചിട്ട് അവരെ ക്ഷണിക്കുമ്പോഴേ അങ്ങോട്ട് പോകത്തുള്ളൂ. അതുപോലെ അവിടെ വന്നിരിക്കുന്നു പുറത്തു ഭാഗത്ത് എന്ന് പറഞ്ഞ്. കാരുണ്യാബ്ധേ, സമുദ്രം പോലെ കാരുണ്യം ചിരുന്നതാണ് അഗസ്ത്യ മഹാമുനി. അതുകൊണ്ട് കാരുണ്യാബ്ധേ, അവർ മൂവരും അവിടെ പുറത്ത് വന്നിരിക്കുന്നു. തൃക്കഴലിണ കണ്ട് വന്ദിപ്പാൻ ഭക്തിയോടെ, അതായത് അഗസ്ത്യ മഹാമുനിയുടെ പാദം കണ്ട്, തൃക്കഴലിണ കണ്ട് വന്ദിക്കാനായിട്ട് അവരുടെ നിൽക്കുന്നു. ഭക്തിയോടെ വന്ന് അവിടെ നിൽക്കുന്നു. മുമ്പേ തന്നെ അകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഗസ്ത്യ മഹാമുനി ഇത് കണ്ടു. ദിവ്യദൃഷ്ടിയാൽ പരമാത്മാവല്ലേ ശ്രീരാമൻ, കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നതും ആഗമനായിരിക്കുന്നതൊക്കെ ഇവിടെ ദിവ്യദൃഷ്ടി കൊണ്ട് ഈ മഹാമുനി കണ്ടിരിക്കുന്നു. അതായത് മുമ്പേ തന്നെ അകക്കാമ്പിൽ, അഗസ്ത്യ മഹാമുനിയുടെ ഉള്ളിൽ അകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു. കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. കുംഭസംഭവൻ അഗസ്ത്യ മഹാമുനി, ഞാൻ അങ്ങനെ അവരോട് വന്നിരിക്കുന്നു, ഞാൻ ഉള്ളിൽ തന്നെ കണ്ടു, ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞു. എങ്കിലും ഭദ്രം ദേ രഘുനാഥ ആനയ വെച്ചാൽ എന്താ,
വരുത്തുക, അവരെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയണം ആനയ. അതായത് ഞാൻ എൻ്റെ ഉള്ളിൽ കുംഭസംഭവൻ അഗസ്ത്യ മഹാമുനി, ഈ അഗസ്ത്യ മഹാമുനി ഉള്ളിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അവരോടേക്ക് വന്നിരിക്കുന്നു എന്നിലും ഭദ്രന്തേ രഘുനാഥ ആനയ ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ രാമഭദ്രമേ ഹൃദയസ്ഥിതം ഭക്തവത്സലം ദേവം, ഭക്തന്മാരുടെ അത്രമാത്രം വാത്സല്യമുള്ള ഭഗവാൻ ശ്രീരാമനെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ആനയിക്കുക, വരുത്തുക. പാത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ട് കാണുവാൻ. അഗസ്ത്യ മഹാമുനി ശിഷ്യനോട് പറയുന്നു, പെട്ടെന്ന് തന്നെ ഇവിടെ ഞാൻ എത്ര നാളുകൊണ്ട് കാണാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു ശ്രീരാമ ഭഗവാനെ, തപസ് ചെയ്തിരിക്കുക മഹാമുനി. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെവിടേക്ക് ആനയിക്കൂ, കൊണ്ടുവരൂ. പാർത്തിരുന്നു ഞാൻ എത്ര നാളുണ്ട് കാണുവാൻ. പ്രാർത്ഥിച്ച് സദാകാലം ധ്യാനിച്ചു രാമരൂപം. എത്ര നാളുകൊണ്ട് ഞാൻ ഭഗവാന്റെ രാമരൂപം, ഭഗവാന്റെ രൂപം, ശ്രീരാമ ഭഗവാന്റെ രൂപം തന്നെ, പരമാത്മാവിൻ്റെ രൂപമല്ലല്ലോ, ഒരു പരമാത്മാവിന് രൂപമില്ലല്ലോ. ഇവിടെ അവതാരം എടുത്തതുകൊണ്ടാണല്ലോ ശ്രീരാമ ഭഗവാൻ രൂപമായി വന്നത്. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു ആ രൂപത്തെ ഒന്ന് കാണുവാൻ, പരമാത്മാവിനെ ഒന്ന് കാണാൻ. അതുകൊണ്ട് ഞാൻ എത്ര നാളുണ്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇങ്ങനെയാണോ? ചിന്തിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥനയും ഭഗവാനെ കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. താല്പര്യം എന്ന് വെച്ചാൽ അത് താല്പര്യം വെറും താല്പര്യം അല്ല. ഒരു തപസ്സിരുന്നിരുന്നിരുന്ന് അതിൽ കൂടി മുട്ടുമ്പോഴാണ് ഒരു വെപ്രാളം വരുന്നത്. നമ്മൾ ഒരുപാട് നാളത്തെ തപസ്സാണ്. ഭഗവാനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇങ്ങനെ ഇരിക്കും കുറച്ച് നാൾ, കുട്ടിനാൾ തൊട്ടേ. അങ്ങനെ ഒരു മുട്ടിപ്പോയ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു പ്രസവ വേദന. കാരണം 9 മാസം നമ്മൾ വയറ്റിൽ ഇങ്ങനെ ചുമക്കും. അതൊരു തപസ്സാണ്. അങ്ങനെ ചുമന്ന് വന്ന അവസാനം ഒരു മുട്ടിപ്പോയ ഒരു പ്രസവ വേദനയുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ കുറേ വർഷം കൊണ്ട് ധ്യാനിച്ചും തപസ് ചെയ്ത് ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു എടുത്തെടുപ്പുണ്ട്, ഒരു കവിട്ടക്കം പോലെ എന്തോ അതിന് പറയാൻ പറ്റത്തില്ല. പ്രസവ വേദന തന്നെ പറയാം. അത്രമാത്രം വേറെ രീതിയിലുള്ളൊരു ആത്മവേദന. അപ്പോൾ അവിടെ പിന്നെ പ്രത്യക്ഷമായ ഒക്കു ഭഗവാന്. യഥാർത്ഥ ഒരു ഭക്തൻ അങ്ങനെയാണ്. എൻ്റെ അനുഭവം ഞാൻ പറയാം. അപ്പം നമുക്ക് കുട്ടിനാളൊട്ടേ ഇങ്ങനെ 2-4 മണിക്കൂർ ധ്യാനിച്ചും തപസ് ചെയ്ത് ഇരുന്നിരുന്നിട്ട് പെട്ടെന്നൊരു വെപ്രാളം, ഉരുണ്ടുള്ള നിലവിളി. എന്തിനാ അങ്ങനെ ഒരു സാധാരണ ആര് മരിച്ചാൽ പോലും അങ്ങനെ ഉരുണ്ട് നിലവിളിക്കത്തില്ല ആരും, ഒരു സങ്കടമല്ല. പക്ഷേ ഇത് അങ്ങനല്ല. അങ്ങനെയുള്ളൊരു അത് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വരുത്തുന്നത്, അല്ലാതെ പറ്റത്തില്ല. നമുക്കത് അറിഞ്ഞൂടല്ലോ എന്താ കാരണമെന്ന്. എന്തിനാ ഇങ്ങനെ കരയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് 1-2 ദിവസമല്ല, ഉരുണ്ട് ചിലർക്ക് ഒരു പ്രസവവേദന ഒരു 3-4 ദിവസം നീ നിൽക്കും. എന്നിട്ട് അതുപോലെ നമ്മളും കുറേ ദിവസം കൊണ്ട് നിങ്ങൾ ഉരുളുക, കരയുക, നിലവിളിക്കുക, ഏങ്ങക്കുക. എന്തിനാ ആക്കറിയോ എനിക്കറിഞ്ഞും കൂടാ. അവസാനം അതിൻ്റെ സന്ദർഭം വന്നപ്പോൾ എല്ലാം ഒത്തു വന്നു. അങ്ങനെയായി ഇത്. അതുപോലെ ഇദ്ദേഹം അഗസ്ത്യ മഹാവിനെ ഏറെ നാളുണ്ടേ പാർത്തിരിക്കുക ഭഗവാനെ കാണാൻ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയാണ്. അല്ല വെറുതെയൊന്നും പ്രത്യക്ഷമാവാൻ പറ്റുകയില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സ്വപ്നത്തിലെങ്ങാണം ഒക്കെ അല്ല, നേരിട്ട് പ്രത്യക്ഷമാണെങ്കിൽ ഇത് തന്നെ അവസ്ഥ, അല്ലാതെ കിട്ടത്തില്ല. അതുമല്ല പിന്നെ പോകെ നമുക്ക് അനുഗ്രഹങ്ങളും ഭഗവാൻ പ്രത്യക്ഷമായി വന്ന് തരും, ദർശനത്തിൽ കൂടിയും ഒക്കെ. അത് പാതി ഉറക്കത്തിലോ വലിയ ഉറക്കമോ വലിയ അല്ല, അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിലാണ് പിന്നെ ഭഗവാൻ നമുക്ക് കാത്തു കൊണ്ട് പോണത്. ആ ഒരു പ്രത്യക്ഷമാകുന്നതിനാണ് ഈ ഒരു പ്രസവവേദന ഞാൻ പറയുന്നത്. ചിലർക്ക് വലിയ കടുത്ത വേദനയുണ്ട്. അതുപോലെ അങ്ങനെ അനുഭവിച്ചവർക്കറിയാം എത്രമാത്രം വേദനയാണെന്ന്. അതിൻ്റെ വേറൊരു അവസ്ഥയാണ്. അതേപോലത്തെ വേദനയല്ല, അത് ശരീരത്തിൻ്റെ വേദന. ഇത് ആത്മാവിലുണ്ട് ആ വേദന. അത് മറ്റേതിനേക്കാളും കടുപ്പമാണ്. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് ഈശ്വരൻ്റെ ഇത് നമുക്ക് പറ്റൂ, അല്ലാതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതും ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം മനസ്സും ആയിരിക്കണം. എല്ലാം കൊണ്ടും അങ്ങനെ ആണെങ്കിലല്ലേ ഇങ്ങനെ ഉരുണ്ട് നിലവിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. ഞാൻ എത്ര നാളോട്, കാരണം അഗസ്ത്യ മഹാമുനി എത്ര ശിഷ്യന്മാരോട്ടിരിക്കുന്നത്, അത്രമാത്രം പാർത്തിരിക്കുക ഭഗവാന്റെ രൂപം ഒന്ന് കാണാൻ. അപ്പോൾ രാമേതി രാമമന്ത്രവും ജപിച്ച് ആദ്യ കോമളം കാളമേഘ ശ്യാമളം നളിനാക്ഷം, ഭഗവാന്റെ താമര ഇതൾ നളിന അക്ഷം, നളിനം താമര ഇതളോടുള്ള ആ കണ്ണുകളും ആ കാളമേഘ ശ്യാമള നിറവും കോമളനായിരിക്കുന്ന ഭഗവാനെ ആ രാമമന്ത്രം ജപിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് ഇങ്ങനെ കാണണം, പാർത്തിരിക്കുക. മനസ്സിൽ ഈ രൂപങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു. ഇക്കുതുക്കുക സരഭസ ഉത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തം അത്യന്ത ഭക്തിയാ മുനി സത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ. അങ്ങനെ ഇത് കേട്ട് ഇങ്ങനെയെല്ലാം കാത്തിരിക്കുന്നു. ഇത്തിക്കുത സരഭസ ഉത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തം അത്യന്ത ഭക്തിയ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും എല്ലാ മുനിമാരായ ശിഷ്യന്മാരോടും അദ്ദേഹത്തിൻ്റെ നിജശിഷ്യരോടും എല്ലാം കൂട്ടത്തോടെ ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം. അവിടെ അത്രത്തോളം മുനിമാരുണ്ട്. അതെല്ലാം കൂടെ ഇങ്ങനെ പാർത്ത് അരുൾ ചെയ്താൽ എന്താ
ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രമേ ദൃഷ്ടുവാ ചിര അദ്യ അദ്യവ സമാഗതം. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണ് ഈ ഭഗവാന്റെ സത്തമരോടും നിരശിഷ്യ സഞ്ജയത്തോടും ഗത്വ ശ്രീരാമചന്ദ്ര ഭക്തം ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ പാർത്തിരുന്ന സമയത്ത് ഭദ്രന്തേ നിരന്തരമസ്തു സന്തതം, എപ്പോഴും ഇങ്ങനെ നിരന്തരമായി രാമഭദ്രം ഭഗവാൻ തന്നെ ദൃഷ്ടുവ കാണാൻ ചിരം അനേക കാലം ഇതിനെ ഇപ്പം അത് അങ്ങനെ പാർത്തിരുന്ന് ഇപ്പോൾ സമാഗതമായി, ഇപ്പോൾ കാണാൻ മുൻപിൽ വന്നിരിക്കുന്നു. അപ്പോഴെന്ത് വന്നു? യോഗ്യനായിരിപ്പോരിഷ്ട അതിഥി ബലാൽ മമ. അപ്പോൾ അത്രമാത്രം പാർത്തിരുന്ന് കാണുവാൻ വേണ്ടി ഈ മുനിശിഷ്യന്മാരുമായിട്ടും എപ്പോഴും രാമമന്ത്രമെല്ലാം ജപിച്ച് ഇരുന്ന് ഒരുപാട് കാലം കൊണ്ടിങ്ങനെ ഇരുന്ന ഈ മഹാമുനിക്ക് ഇപ്പം ഗത്വ എനിക്കിപ്പോൾ നേരിട്ട് കാണുവാനുള്ളൊരവസരം യോഗ്യനായിരിപ്പോരിഷ്ട അതിഥി. എല്ലാം കൊണ്ടത് എവിടെ യോഗ്യം? പരമാത്മാവ് നേരിട്ട് കാണുമ്പോൾ എത്രമാത്രം യോഗ്യനാണ് ഈ അഗസ്ത്യ മഹാമുനി. യോഗ്യനായിരിപ്പോരിഷ്ട അതിഥി, ഇഷ്ടപ്പെട്ട അതിഥി പരമാത്മാവായ ശ്രീരാമൻ. ആ അതിഥി ബലാൽ മാമ അവിടുന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഒന്നും ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് എത്രമാത്രം ആഗ്രഹവും അത്യാർത്തി ഉണ്ടോ, ഈ ലോകത്തിലേക്കുള്ള അത്യാർത്തി വേണ്ട, അതൊക്കെ തെളിക്കണം. നമുക്ക് ഈ ശൃംഖലയിലേക്കുള്ള അത്യാർത്തിയാണ് വേണ്ടുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ മോഹങ്ങളൊക്കെ ത്യജിച്ചെങ്കിൽ മാത്രമേ പരമാത്മാവിനെ കയ്യിലാക്കാൻ പറ്റൂ. അപ്പോഴെന്ത്? ബലാൽ മാമ, എൻ്റെ അടുക്കലേക്ക് ഭഗവാൻ ബലാൽ വരും. അങ്ങനെ ഒരു ഭക്തനടുക്കലേക്ക് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നു. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായതു ഭവാൻ. ആനന്ദം കൊണ്ട് നിറയത്തില്ലയോ? ഈ അഗസ്ത്യ മഹാമുനി നേരിട്ട് കാണാൻ അനേക നാളുകൊണ്ട് തപസ്സും രാമമന്ത്രവും ഓതി ശിഷ്യന്മാരും സഞ്ജയം കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു. എപ്പോഴും മുഖരിതമാണ്. നമ്മളത് ചിന്തിക്കണം. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ മുഖരിതമാണോ? നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? എല്ലാവരും കൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? വേണമെന്ന് പറഞ്ഞാണോ പ്രാർത്ഥിക്കുന്നത്? അതോ സന്ധ്യയ്ക്ക് എന്തോ ഒന്ന് വഴി നടത്തി ഒരു നേർച്ച നടത്തി പോകുകയാണ്? നമ്മളെല്ലാവരും നേർച്ച നടത്തുന്നത്, വിളക്ക് കത്തിക്കുന്ന ഒരു നേർച്ച, എന്തോ അവിടെ നിന്ന് പറയുന്ന ഒരു മന്ത്രം, രാമ 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 തീർന്ന് വഴി പോലെ അങ്ങ് പോയി. അതാണോ ആവശ്യം? ആവശ്യക്കാരന് എന്ത് വേണം? അത്യാർത്തി വേണം. ആർത്തി അല്ല, അതിനേക്കാളും അത്യാഗ്രഹം വേണം ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തോടെ ഇരുന്ന് ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേരിട്ട് ഇങ്ങോട്ട് വന്ന് പ്രത്യക്ഷമായി ഭവാൻ. അദ്യവാസരമമ സഫലമത്ര അല്ല തവ സാഫല്യം വന്നത് ജഗൽപതി. അതായത് അദ്യവാസരമമ സഫലം, അതെല്ലാം എനിക്കിപ്പോൾ സഫലമായി. ഭഗവാൻ ഇവിടെ വന്നു എന്നെ കാണുവാൻ വന്ന് അത് സഫലമായി. അത് അത്രയും അല്ല, മത്തവ സാഫല്യം, എൻ്റെ തപസ്സിൻ്റെ സാഫല്യവും വന്നിതു ജഗൽപതേ. അങ്ങനെയാണ് ഈ അഗസ്ത്യ മഹാമുനി പ്രാർത്ഥിച്ച് പറയുന്നത്. അല്പം കൂടെ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും. ഭഗവാൻ അങ്ങനെ ഇവിടെ ആഗമിച്ച് ഈ അഗസ്ത്യ മഹാമുനിയെ പോയി ക്ഷണിച്ച് കൊണ്ടുവന്ന് ഇതെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് സാധ്യമായി ജഗൽപതേ. ഭഗവാനോട് പറഞ്ഞിട്ട് കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ ഈ ശ്രീരാമൻ അഗസ്ത്യ മഹാമുനിയെ തന്നെ കണ്ടു രാഘവൻ താനും. എന്ത് ചെയ്തു? തമ്പിയും ലക്ഷ്മണനും വൈദേഹിയും ശ്രീരാമനും തമ്പിയും ലക്ഷ്മണനും കുട്ടി അനുജൻ വൈദേഹി ഭാര്യ സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ. അങ്ങനെ അഗസ്ത്യ മഹാമുനി വന്ന് മഹാമുനി വലിയൊരു പ്രായം ചെന്ന ഗുരുവല്ലേ, അപ്പം ശ്രീരാമൻ ഭഗവാൻ ചെറുതല്ലേ. അപ്പോൾ അവർ വന്ന് മൂവരും കൂടെ വന്ന് അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്യുവാണ്. കുമ്പിട്ടു ഭക്തിയ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവ് എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. അങ്ങനെ അനുജനായ ലക്ഷ്മണനും ശ്രീരാമഭഗവാനും വന്ന് ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അഗസ്ത്യ മഹാമുനി എടുത്തെഴുന്നേൽപ്പിച്ചു. അവിടെ വീണ് നമസ്കരിച്ചപ്പോൾ എഴുന്നേൽപ്പിച്ചു ശീഘ്രം പെട്ടെന്ന് ഗാഠാശ്ലേഷവും ചെയ്ത് കെട്ടിപ്പുണർന്നു. എന്നിട്ടോ പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും, അതായത് അനന്തൻ്റെ അംശം കൊണ്ട് ജനിച്ചവനാണ് ശേഷൻ, പാമ്പ്, ഭഗവാന്റെ മെത്തയായി കിടക്കുന്ന അനന്തൻ എന്ന് പറയും. ആ അനന്തൻ്റെ അംശമാണ് ഈ ലക്ഷ്മണൻ. അതുകൊണ്ട് ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും, അതായത് അനന്തൻ്റെ അംശമായ ലക്ഷ്മണനെയും അവർ സാഷ്ടാംഗം വീണപ്പോൾ പരമാത്മാവായ ശ്രീരാമനും ലക്ഷ്മണനും അഗസ്ത്യ മഹാമുനിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേൽപ്പിച്ചു. ഭഗവാനെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഈ അഗസ്ത്യ മഹാമുനി. എന്നിട്ട് ഗാത്ര സ്പർശന പരം ആഹ്ലാദജാത സ്രവ നേത്ര കീലാലാകുലനായ താപസവരൻ. എങ്ങനെയാ അത്?
ശരീരം സ്പർശിച്ചത് കൊണ്ടുണ്ടായ ആനന്ദ കണ്ണുനീരണിഞ്ഞവൻ. കാരണം ഈ പിന്നെ പാദത്തിൽ വീണപ്പോൾ അഗസ്ത്യ മഹാമുനി എഴുന്നേൽപ്പിക്കാൻ ഗാഠം പുണർന്നപ്പോൾ എന്ത് വന്നു? അവിടെ കണ്ണുനീര് വന്ന് സ്പർശിച്ചപ്പോൾ അവർ കെട്ടിപ്പുണർന്നു, പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പുണർന്നു, ആലിംഗനം ചെയ്തു. അപ്പോഴെന്ത് വന്നു? സ്പർശിച്ചപ്പോൾ ആനന്ദ കണ്ണുനീര്, അത്രമാത്രം ഗൽഗതം ആനന്ദ കണ്ണുനീര് വന്നു അവർക്കെല്ലാവർക്കും. അങ്ങനെ കീലാലാകുലനായ അത്രമാത്രം ആകുലത ഉണ്ടായി. കാരണം എന്താ? ഒരുപാട് നാളുകൊണ്ട് കാണാൻ കാത്തിരിക്കുകയല്ലേ മഹാമുനി. ഇത് കണ്ടപ്പോൾ ഉണ്ടായ ആനന്ദവും എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തവണ്ണം ഈ താപസവരൻ, ഈ അഗസ്ത്യ മഹാമുനി ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവന്റെ കരപങ്കജം അതിദ്രുതം. ഏകേന ഒരു കൈകൊണ്ട്, ഒരു കൈകൊണ്ട് സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവന്റെ കരപങ്കജം അതിദ്രുതം. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കൈക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൈകൊണ്ട് അണിഞ്ഞ് സ്വന്തം ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ആശ്രമം ജഗാ അഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠ ആശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ആശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം, എല്ലാവർക്കും ആശ്രയനാണല്ലോ പരമാത്മാവ്. വിശ്വേശം, വിശ്വത്തിൻ്റെ ഈശനായ രാമൻ പാദ്യാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളുമായി പാദ്യ സമ്പൂജ്യ സുഖമായി ഉപവിഷ്ടനാഥം. എന്തൊക്കെയാ പൂജിക്കേണ്ടത്? അതെല്ലാം പഴങ്ങളും എല്ലാ മുഖ്യങ്ങളും ആപാദ്യ സമ്പൂജ്യ സുഖമായി ഉപവിഷ്ടനാഥ. അങ്ങനെ എല്ലാം കൊടുത്ത് അവിടെ ഉപവിഷ്ടനാക്കി ഇരുത്തുന്ന ഭഗവാനെ ഈ അഗസ്ത്യ മഹാമുനി വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു. ധന്യനാൻ തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ. എല്ലാ പാദ്യാർഘ്യങ്ങളെല്ലാം വച്ച് പൂജിച്ച് പഴങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുത്ത് പൂജിപ്പിച്ച് കഴിപ്പിച്ചിട്ട് ധന്യനാൻ തപോധനൻ, അത്രമാത്രം ധന്യനാണ് ഈ മഹർഷി, ഈ അഗസ്ത്യ മഹാമുനി. എന്നിട്ടോ ഏകാന്തേ ചൊല്ലിട ഒറ്റയ്ക്കിരുത്തി പറയുന്നു. അതെന്താ? അഗസ്ത്യ സ്തുതിയാണിനി. അദ്ദേഹം ഇനി സ്തുതിക്കുന്നതാണ്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇത് മനസ്സിലായാലും ആയില്ലെങ്കിലും ഭക്തിപൂർവ്വം അഗസ്ത്യമുനി എങ്ങനെയാണ് പ്രാർത്ഥന, അതുപോലെ നമ്മളും പാർത്ത് പ്രാർത്ഥിച്ചിരിക്കണം. എപ്പോഴെങ്കിലും ഭഗവാൻ പ്രത്യക്ഷമാകും എന്നൊരു ചിന്തയോടുകൂടി തന്നെ പ്രാർത്ഥിച്ച ഈ ജന്മത്തിൻ്റെ അഥവാ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി മതി അടുത്ത ജന്മം. അപ്പോൾ എത്ര എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അന്ന് ഒരു അത്യാർത്ഥി നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യും. എനിക്ക് പണ്ട് 10-40 വയസ്സൊക്കെ ഉള്ളവൻ വന്നതുപോലെ അത്രത്തോളം ധ്യാനിച്ചിരുന്നപ്പം എനിക്ക് പറഞ്ഞു തരാൻ ഒരു ഗുരു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വന്ന് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ധ്യാനിക്കുന്നൊക്കെ അറിയാം, എത്രത്തോളം ധ്യാനിച്ചാലും ഈ ഇതൊക്കെ വായിച്ചാലും മടുക്കത്തില്ല. വായിക്കുന്നതോറും കണ്ണുനീരൊഴുക്കും. എനിക്കെന്താ. പക്ഷേ ഈ ഒരു വേദനയും ഉരുളപ്പവും കരുതി എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് ആരും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് അപ്പോൾ ഇതുപോലെ ആയിരിക്കും എല്ലാവർക്കും ഞാൻ ചിന്തിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതും നമ്മളെല്ലാവരും എൻ്റെ പാഠം നിങ്ങൾ പഠിക്കുക, അല്ലാതെ എനിക്ക് വേറൊന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതൊക്കെ വലിയ വലിയ ഗുരുക്കന്മാർക്കൊക്കെ അറിയും. അതല്ലേ എനിക്ക് ഉള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആവശ്യമുള്ള എല്ലാവരും ഒരുപോലെ ആവത്തില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ അളവിനനുസരിച്ച് പോവുക. വേണ്ടുന്നത് എടുക്കുക, ബാക്കിയുള്ളവർക്ക് കുറേശ്ശെ മുന്നോട്ട്. നമ്മൾ ഒന്നിന്ന് ജയിച്ച് 2 കയറുക. 3-ലും 4-ലും പഠിച്ച് 10ാം ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ മേലോട്ട് വന്നിട്ട് പഠിക്കുക. അവസാനം ഒരു ഡോക്ടറേറ്റ് എടുക്കുക. എന്താ ഡോക്ടറേറ്റ്? ഈ അവസ്ഥയിലേക്ക് മാറുക. എല്ലാവർക്കും പറ്റില്ല. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉള്ളവർക്ക് ഇപ്പോൾ 10 പേര് എഴുതിയാൽ ഒരാളായിരിക്കും ജയിക്കുന്നത് ഡോക്ടർ. അതുപോലെയാണ് എല്ലാ കാര്യവും. ഭൗതികം പോലെ തന്നെ ആത്മീകം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.